പൂരപ്രേമികൾ കാത്തിരിക്കുന്ന ദിവസം ഇങ്ങ് അടുക്കുകയാണ്. തൃശൂർ പൂരത്തിന് ഇനി 1 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ പൂരത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല അല്ലേ? ഏറെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിമരുന്നിട്ടായിരുന്നു കഴിഞ്ഞ പൂരം സമാപിച്ചത്. പൂരം കലക്കിയെന്ന ആരോപണത്തിൽ സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച് 5 മാസം പിന്നിടുകയാണ്. അതിൽ പൂർത്തിയായത് ഒരു അന്വേഷണം മാത്രമാണ്. സുപ്രധാനമായ 2 അന്വേഷണങ്ങൾ എങ്ങും എത്തിയിട്ടുമില്ല. MR അജിത് കുമാറിനെതിരായ DGPയുടെ അന്വേഷണവും പൂരം കലക്കലിൽ ഗൂഢാലോചന നടന്നോ എന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഒപ്പം റിനു ശ്രീധറും ചേരുന്നു. ജെയ്സൺ ചാമോളപ്പിൽ തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകാനായി എത്തുകയാണ്. ആദ്യം നമുക്ക് പോകേണ്ടത് TV പ്രസാദിലേക്കാണ്. പ്രസാദ്, പൂരപ്രേമികളെല്ലാം തന്നെ പൂരം വരവേൽക്കാനായി കാത്തിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ പൂരത്തിന്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ലല്ലോ അല്ലേ? ഇപ്പോൾ ADGPക്കെതിരായ അന്വേഷണം, പ്രത്യേകിച്ച് പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, ഇതിലൊന്നും ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടുമില്ല. ഇതുവരെയും റിപ്പോർട്ട് നൽകിയിട്ടില്ല വിനീത. ഇനിയും വൈകും എന്നാണ് അറിയുന്നത്. ADGP MR അജിത് കുമാറിനെ ഭാവിയിൽ പോലീസ് മേധാവിയാക്കാനുള്ള നീക്കമാണോ എന്നുള്ളതാണ് ഏവരും സംശയിക്കുന്നത്. ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ നമുക്കറിയാവുന്നതുപോലെ PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് DGPയെ തന്നെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം എന്ന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചത്. അതും കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിലായിരുന്നു പരസ്യമായ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തത്. ആ സമയത്ത് MR അജിത് കുമാറിനെതിരെ ശക്തമായ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഏവരും പ്രതീക്ഷിക്കുകയും ചെയ്തത്. പക്ഷേ അവിടുന്ന് അങ്ങോട്ടേക്ക്, അതായത് ഈ അന്വേഷണ പരിധി 1 മാസം പൂർത്തിയാകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി MR അജിത് കുമാറിനെ പൂർണ്ണമായും ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു സമീപനം അന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കും അനുകൂലമായി, P ശശി എന്നത് തൻ്റെ വിശ്വസ്തനായ ആളാണ് എന്ന് ഉറക്കെ പറയുന്ന രീതിയിലായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം. ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയതോടുകൂടി ആ കേസിൻ്റെ അന്വേഷണം പിന്നീട് ഏത് ഗതിയിലാകും എന്നുള്ള കാര്യം എല്ലാവർക്കും ഏകദേശം ഒരു ഉറപ്പുണ്ടായിരുന്നു. MR അജിത് കുമാർ സ്വർണം കടത്തലുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അത് അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട്, അതായത് സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ PV അൻവർ ആണ് എന്ന് വരുന്ന രീതിയിൽ തന്നെയായിരുന്നു പിണറായി വിജയൻ അന്ന് പരസ്യമായി പറഞ്ഞത്. അതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അന്വേഷണത്തിൻ്റെ ദിശ തന്നെ മാറിയത്. ഇപ്പോഴുള്ള ഒരു സാഹചര്യം, കൃത്യമായ ഒരു അന്വേഷണം ഇതുവരെയും നടത്തിയിട്ടില്ല. പക്ഷേ പൂർത്തിയായ അന്വേഷണത്തിലാണെങ്കിൽ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് വിജിലൻസ്. അത് കുറവൻകോണത്തെ ഫ്ളാറ്റ് ഇടപാടായാലും, അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ട് എന്ന അന്വേഷണമായാലും, അനധികൃത സ്വത്ത് സമ്പാദനമായാലും, ഇതിലെല്ലാം ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു സമീപനമുണ്ട്. അത് പറയുമ്പോഴും ത്രിതല അന്വേഷണം, പിന്നീട് പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ് വിനീത. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിക്കും പൂരം കലക്കലിൽ ഗൂഢാലോചനയുണ്ടായോ എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടും ഇതുവരെ നൽകിയിട്ടില്ല. ഇന്നിപ്പോൾ വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മന്ത്രി K രാജനിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കാൻ പോകുന്നു എന്നതാണ്. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏതുവരെയായി? വിനിത, 5 മാസമായി സംസ്ഥാന സർക്കാർ ADGP MR അജിത് കുമാറിനെതിരെ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ട്. നമുക്കറിയാം, ഈ DGPയുടെ 6-അംഗ പട്ടികയിൽ 6-ാം സ്ഥാനത്തുകാരനായി ADGP MR അജിത് കുമാർ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരമൊരു പട്ടിക സജീവമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ദ്രുതഗതിയിലേക്ക് ഈ ത്രിതല അന്വേഷണം പോകുന്നൊരു സാഹചര്യമുണ്ട്. നിലവിൽ മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും വകുപ്പുകൾക്ക് വീഴ്ചയുണ്ടായോ എന്നുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് മാത്രമാണ് സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിച്ചത്. അതിൽ മറ്റു വകുപ്പുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല. പോലീസിന് കൃത്യമായി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. 2 DGPയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണവുമാണ്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ K രാജൻ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സമീപിച്ചത്. നിയമസഭാ സമ്മേളനത്തിനു ശേഷം അത് അറിയിക്കാമെന്നുള്ള, അല്ലെങ്കിൽ മൊഴിയെടുക്കാമെന്നുള്ള ഒരു അനുമതി മന്ത്രി നൽകുകയും ചെയ്തു. അതിനുശേഷം MR അജിത് കുമാറിൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും എന്നുള്ളതാണ്. കാരണം ലോ ആൻഡ് ഓർഡർ ചുമതല
ഉൾപ്പെടെയുള്ള ഈ MR അജിത് കുമാർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നിട്ട് ഈ വിഷയത്തിലൊന്നും ഇടപെട്ടത് പോലുമില്ല എന്നുള്ളതാണ് ആരോപണം. അതുകൊണ്ട് തന്നെ അത്തരമൊരു അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് 5 മാസങ്ങൾക്ക് ശേഷവും. മറ്റൊന്ന് വിജിലൻസിന്റെ ഒരു അന്വേഷണമാണ്. വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിൽ ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഈ വിജിലൻസ് മേധാവിക്ക്. വിജിലൻസ് മേധാവി അത് ചില വീഴ്ചകൾ കണ്ടെത്തി പുനരന്വേഷണം അല്ലെങ്കിൽ ഒന്നുകൂടി അതിന്റെ സാധ്യത തേടുന്ന ഒരു സാഹചര്യം. അത് പരിശോധിച്ച് അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡയറക്ടർക്ക് നൽകുകയും ഈ വിജിലൻസ് ഡയറക്ടർക്ക് സർക്കാരിലേക്ക് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും ഇനിയിപ്പോൾ അതായത് ഈ വരും ദിവസങ്ങളിൽ ദ്രുതഗതിയിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ടി വി പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ DGPയുടെ പട്ടികയിലേക്ക് MR അജിത് കുമാർ എത്തിയതോടുകൂടി തന്നെ ദ്രുതഗതിയിൽ അന്വേഷണം പൂർത്തിയാകാൻ, കാരണം ജൂണിൽ പുതിയ DGP സ്ഥാനമേൽക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് അന്വേഷണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ADGP MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകി കഴിഞ്ഞാൽ മാത്രമേ ഇദ്ദേഹത്തിന് DGP പദവിയിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് ഉയരുന്ന ആക്ഷേപം. വിനിത, ജെയ്സൺ ചാമോളപ്പിൽ കൂടി ചേരുകയാണ്. ജെയ്സൺ, കഴിഞ്ഞ വർഷത്തെ വിവാദം കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോഴും അന്വേഷണം ഈ പറഞ്ഞതുപോലെ അന്വേഷണം നടക്കുന്നുണ്ട്. ചിലതൊക്കെ റിപ്പോർട്ട് കൊടുത്തു, ചിലതൊക്കെ ഇനി റിപ്പോർട്ട് കൊടുക്കാനുണ്ട്, ഇനിയും മൊഴി കൊടുക്കാനുണ്ട്. പക്ഷേ തൃശ്ശൂരിൽ എന്താണ് അവസ്ഥ? ആന എഴുന്നള്ളിപ്പ് ഒരു ഭാഗത്ത് പ്രശ്നമായി നിന്നിരുന്നു. കഴിഞ്ഞ വർഷം പൂരം കലങ്ങിയത് കൊണ്ട് തന്നെ ഇത്തവണ കുറച്ചുകൂടി കളറാക്കണം. എന്താണ് ഗഡി പൂരക്കോൾ എന്ന് ചോദിച്ചു തുടങ്ങിയോ? വിനീത, 2024 വാദകോലാഹലങ്ങൾ അവസാനിച്ചിട്ടില്ല. അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഈ വരുന്ന ഏപ്രിൽ 30-ാം തീയതി കൊടിയേറ്റം നടക്കുന്നു. മെയ് 6-ാം തീയതി തൃശ്ശൂർ പൂരം. ഇവിടുത്തെ ദേവസ്വങ്ങൾക്ക് ഇപ്പോൾ ഈ അന്വേഷണത്തെക്കുറിച്ചോ ഈ വാദകോലാഹലങ്ങളിലോ പങ്കാളിയാകാൻ ഒരു താല്പര്യമില്ല. അവർ പൂർണ്ണമായും തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക്, ഒരുക്കങ്ങളിലേക്ക് മുഴുകിക്കഴിഞ്ഞ് അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നം ആന എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നാം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്നുയർന്ന ചില വാർത്തകളെ പ്രതികരണം അവരോട് തേടിയപ്പോൾ തങ്ങൾക്ക് ഇതിലൊന്നും ഇപ്പോൾ പ്രതികരിക്കാനില്ല. ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം തൃശ്ശൂർ പൂരം കളറാക്കുക എന്ന് തന്നെയാണ്. കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിൻ്റെ പാതിരാത്രി ഉണ്ടാകേണ്ട വെടിക്കെട്ട് നടന്ന് രാവിലെ 7:30-ക്കാണ്. അത്തരത്തിലൊരു അപാകതയും ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ നടപടിക്രമങ്ങളിലേക്കും സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം കടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയുണ്ടായ ഒരു അപാകതകളും, പ്രത്യേകിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അപാകതകളും ഇത്തവണ ഉണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചു ചേർത്തു. മന്ത്രി VN വാസവൻ, ദേവസ്വം മന്ത്രി VN വാസവൻ തൃശ്ശൂരിലെത്തി നേരിട്ട് യോഗം വിളിച്ച് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2024 പൂരത്തിൽ വിവാദ നായകനായിരുന്ന സുരേഷ് ഗോപി കഴിഞ്ഞവണ സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നിരുന്നെങ്കിൽ ഇത്തവണ പൂരത്തിൻ്റെ പ്രധാന സംഘാടകനായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും വളരെ സജീവമാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് ഏറ്റവും ഭംഗിയായി തൃശ്ശൂർ പൂരം നടത്താനുള്ള ഒരുക്കങ്ങളിലേക്ക് നടന്നു കഴിഞ്ഞ് അപ്പോഴും ഒരു ചോദ്യം മാത്രം ബാക്കി. 1 വർഷം വേണോ ഒരു പ്രശ്നമുണ്ടായാൽ പരിഹാരമുണ്ടാക്കാൻ? 1 വർഷം വേണോ ഒരു അന്വേഷണത്തിന്? 1 വർഷം വേണോ ഒരു മൊഴിയെടുക്കാൻ? എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഭരണകൂടത്തിന് നേരെ ഉയരുന്നുണ്ട്. പക്ഷേ തൃശ്ശൂർക്കാർക്ക്, പൂരപ്രേമികൾക്ക്, തൃശ്ശൂർക്കാരായ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഞങ്ങളുടെ മുന്നിലുള്ളത് മെയ് 6-ാം തീയതിയിലെ പൂരവും ഏപ്രിൽ 30-ലെ കൊടിയേറ്റവുമാണ്. അതുതന്നെയാണ്, പൂരപ്രേമികൾ എല്ലാവരും തൃശ്ശൂർ പൂരം വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണെന്നാണ് ജെയ്സൺ പറയുന്നത്. TV പ്രസാദും റിനു ശ്രീധരൻ കൂടി വിവരം നൽകുകയായിരുന്നു.